ജയനാണ് എൻ്റെ അച്ഛൻ. ഞാൻ പറയുന്നത് എന്നെ കണ്ട ജയന ലുക്കില്ലേ, എൻ്റെ മുടി ഒഴിച്ച് ബാക്കി ഏത് ഭാഗം നോക്കിയാലും എൻ്റെ അമ്മ മരിക്കുന്നതിന് തലേന്ന് ദിവസമല്ലേ പറഞ്ഞ മോനെ ഞാൻ ഇത് ഒരു സത്യം പറയാറുണ്ട്. അല്ലല്ല, എൻ്റെ അമ്മ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ. നമ്മുടെ അച്ഛൻ ഇവൻ ജനിച്ചു 40-ന്റെ അന്ന് 40 ദിവസം പൂർത്തിയായപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. ഇവന്റെ തല കണ്ടലുണ്ട് എൻ്റെ അച്ഛൻ തെറ്റി. ഹോസ്പിറ്റലിനകത്ത് സർട്ടിഫിക്കറ്റിനകത്ത് തെറ്റി രാമകൃഷ്ണാചാര്യൻ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ അത്ര അന്ന് മൂലം പറയുന്നല്ലോ, DNA എടുക്കാൻ ഞാൻ തയ്യാറാ. ഈ സ്ത്രീ പ്രസവിച്ചു വെക്കുന്ന എല്ലാ മക്കളുടെയും തന്ത ആ പുരുഷനാവണം നല്ല നിർബന്ധമുണ്ടോ? അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് തരേണ്ടി വരും. മലയാള സിനിമയിൽ ഒരു നടിമാര് പോലും എൻ്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയുന്ന ഒരു സാധ്യതയില്ല. കുഞ്ഞിലെ മൂലം നമ്മൾ ജയന്റെ മകനായിട്ട് വളർന്നത് കൊണ്ട് ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഞാനാണ് മരിച്ചുപോയ സിനിമ നടൻ ജയന്റെ മകൻ. നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ചില ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകാനായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അനശ്വര നടൻ ജയന്റെ മകനായ മുരളി ജയനാണ്. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ ഒരു ചില ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ പ്രതികരണമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട്. ആരും വന്നിട്ടില്ല, ഒരാളെ വന്നിട്ടുള്ളൂ. അപ്പോ എന്താണ് ആ ഒരു വാർത്ത ചേട്ടൻ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അപ്പോ ചേട്ടൻ എന്താണ് അത് കണ്ടപ്പോ തോന്നിയത്? എനിക്ക് പേടിയായി പോയി. അങ്ങനെ പേടിച്ച് പനിയൊക്കെ അടിച്ച് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുമായിരുന്നു. ഇത് എല്ലാ വർഷവും നവംബർ 16-ാം തീയതി ഉള്ളൊരു എന്താ പറയുന്നത് ഒരു സംഭവമാണ്. ഞങ്ങൾ കേസിന് പോകും. ഞങ്ങൾ ഇനി ആവർത്തിച്ചാൽ ഞങ്ങൾ നിയമ നടപടി എടുക്കും. നിയമ നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കൊടുക്കുന്നത്. കോടതി പോകണം. കോടതിയല്ല പോകണ്ടേ, DNA വരണം. ഞാൻ തയ്യാറാണ്. ഇങ്ങനെ വർഷം എല്ലാ നവംബർ 16-ാം തീയതി വന്നിട്ട് ഞങ്ങൾ ഇനി കേസ് ഹർജി 24 വർഷമായിട്ട് പറയുന്ന കേസാണ്. അതുപോരാ, വന്ന് DNA ഞങ്ങൾ തയ്യാറെന്ന വാക്ക് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. DNA പറയാനല്ല, കേസ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇവരാരാ? ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇവരാരാണ്? ഞാൻ ജയൻ്റെ മകനാണ്, എൻ്റെ സ്വന്തം അച്ഛനാണ് ജയൻ. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അനുജൻ്റെ മക്കളാണ്, അപ്പോൾ ബന്ധുവാണ് ഇവരൊക്കെ. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഒരു അവകാശവും ഇല്ല. ഉണ്ടോ? ഒരവകാശമില്ല. ജയൻ എന്ന് പറയുന്നത് ഇവരുടെ വല്യച്ഛൻ. അപ്പം ഞങ്ങളുടെ വല്യച്ഛൻ എന്ന് പറഞ്ഞാൽ മീൻസ് ബന്ധുക്കളാണ് ഇല്ലേ? ജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ അത് സ്വന്തം ഭാര്യയാണ് ഇല്ലേ? ആ ഭാര്യയിൽ മക്കളുണ്ടെങ്കിൽ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്വന്തം മക്കളാണ്. ഇത് അനുജൻ്റെ മക്കളാണ്. അനുജൻ്റെ മക്കൾ ബന്ധുവാണ്, അല്ലാതെ സ്വന്തമല്ല. അവർക്കൊരു അവകാശമില്ല എൻ്റെ അച്ഛൻ്റെ പേരിൽ. ഒരു ലൈഫ് സ്റ്റോറി അതൊന്ന് പറയാം. എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ഇവിടെ ജീവിക്കുന്നു. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അഹങ്കാരത്തോടെ ജീവിക്കാറില്ല. കുഞ്ഞിലെ മൂലം നമ്മൾ ജയൻ്റെ മകനായിട്ട് വളർന്നത് കൊണ്ട് ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ പ്ലംബിങ്ങിൻ്റെ ഒക്കെ വർക്കാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്ങിൻ്റെ പണി അറിയായിരുന്നു, അതൊക്കെ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. പല പണി അറിയാം. ജീവിക്കാനുള്ള കൈത്തൊഴിലൊക്കെ ഇഷ്ടംപോലുണ്ട്. ഇപ്പോഴാണ് ഒരുപാട് പേര് ചേട്ടനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ജനം അംഗീകരിച്ച് കഴിഞ്ഞു. അതായത് 3 സിനിമ ചെയ്തു. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ GM മനു എന്ന് പറഞ്ഞൊരു കോഴിക്കോട് ഡയറക്ടർ, റോബിൻ അമ്പട്ട് എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവിൻ്റെ ഇതിൽ ഷൈം ടോം ചാക്കോ നായകനായി അഭിനയിച്ച ദ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ എനിക്കൊരു ചെറിയ വേഷം കിട്ടി, ഒരു ബസ് കണ്ടക്ടറായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നീന്തകൊണ്ട് സൈനു ചാവക്കടൻ അത് കട്ടിയാണ്. സൈനു ചാവക്കടൻ എന്ന് പറഞ്ഞ ഡയറക്ടർ നിർമ്മിക്കുന്ന, സംവിധാനം ചെയ്യുന്ന, ക്യാപ്റ്റൻ വിനോദ് സാർ നിർമ്മിക്കുന്ന, സുനിൽ അരവിന്ദ് എന്നൊക്കെ പറഞ്ഞ വ്യക്തികളൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സുനിൽ അരവിന്ദ് എന്ന പാർട്ടി, അത് അദ്ദേഹം സിനിമയുടെ നിർമ്മാതാവാണ്. അദ്ദേഹം രഘുറാം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എനിക്കൊരു ക്ഷണം തന്നു, ഒരു സീൻ തന്നു. അങ്ങനെ അതും പോയി ഞാൻ ചെയ്തു. അതിൻ്റെ പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടെ എനിക്കൊരു ഫൈറ്റ് സീനാണ് ചെയ്തത്. ഞാൻ മാർഷൽ ആർട്സ് ഒക്കെ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഫൈറ്റ് സീനാണ് നമ്മൾ ചെയ്തത്. അപ്പം അവരുടെ പത്രസമ്മേളനം, ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് പറഞ്ഞൊരു വിളംബരം ചെയ്യില്ല നമ്മൾ, അതിന് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അതിനകത്ത് പാട്ട് പാടി ഡാൻസ് ചെയ്ത കൊച്ചൊക്കെ ഡാൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞു പെർഫോം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമില്ല, നമ്മളിപ്പോൾ കയറി ചെയ്തു. അത് സംഭവം കയറി ക്ലിക്കായി, അത് ഭയങ്കരമായിട്ടങ്ങ് വൈറലായി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ വാർത്തയെക്കുറിച്ചൊന്നും ഇല്ല. പണ്ട് ഇടുന്ന നിങ്ങളെപ്പോലുള്ള ചാനൽസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാമിൽ വന്നു, വാട്സപ്പിലായി, ഫേസ്ബുക്കിലായി ഭയങ്കരമായിട്ട് ഇടിച്ചാൻ കയറി. അത് കഴിഞ്ഞ് ഈ സുനിൽ അരവിന്ദ് എന്ന് പറഞ്ഞ നിർമ്മാതാവ് നിർമ്മിച്ച ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞൊരു സിനിമയുടെ, അത് ഞാൻ അഭിനയിച്ചിട്ടില്ല, അതിൻ്റെ പ്രമോ ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ ആ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാവോ, ഈ സിനിമയെക്കുറിച്ച് അവരിങ്ങനെ ഇത് ചെയ്യുമ്പം അതിനിടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അച്ഛൻ്റെ സിനിമയിലെ പാട്ട് ഏതെങ്കിലും ഒന്ന് പാടി അഭിനയിക്കാമെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ 2 പാട്ട് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് റിഹേഴ്സ് ഒന്നും കിട്ടിയില്ല, അതിന് സമയം കിട്ടില്ല. പിന്നെ നമ്മളങ്ങ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സീമ ചേച്ചിയായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു നടിയെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രഘുറാം സിനിമയിലെ നായികയെ വിളിച്ചു. അപ്പോൾ ആ മോളും ഞാനും എന്നോട് അഭിനയിക്കുന്ന ആ കൊച്ച് അതിനകത്ത് നായികയാണ് രഘുറാം സിനിമയിൽ. അപ്പോൾ ഞങ്ങൾ 2 കൂടി ആ ഒരു പാട്ട് സീൻ ചെയ്തു. അതും അതിനുശേഷം പിന്നെ രക്ഷയില്ല, ഫുൾ വൈറൽ. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ ഇത് എത്തിയപ്പോഴത്തേക്ക് ജനങ്ങളുടെ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇത് ജയൻ സാറിൻ്റെ മകൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ അതിനുശേഷം പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എവിടെ ചെന്നാലും ഭയങ്കര സ്വീകരണമാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ട്രെയിനിൽ പോയാലും ബസ്സിൽ പോയാലും എല്ലാം മുരളി ജയൻ സാറിൻ്റെ മകൻ മുരളിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും പ്രായവരും കുട്ടികളൊക്കെ വരും, ഫോട്ടോ എടുക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര രക്ഷയില്ലാത്ത വൈറലായി. മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചേട്ടൻ ജയന്റെ മകനാണ്. അപ്പോൾ പക്ഷേ ഈ പറയുന്ന ബന്ധുക്കളാണെങ്കിലും ഈ പറയുന്ന മറ്റുള്ളവരാണെങ്കിൽ തന്നെയും അതിനൊരു തെളിവില്ല എന്ന് പറയുന്നുണ്ട്. തെളിവ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഒരു പുരുഷൻ താലി കെട്ടി എന്ന് വെച്ചു. ഈ പുരുഷൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ പ്രസവിച്ചു വെക്കുന്ന എല്ലാ മക്കളുടെയും തന്ത ആ പുരുഷനാവണം നല്ല നിർബന്ധം ഉണ്ടോ? ചോദ്യം മനസ്സിലായോ? എന്താണ്? ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഒരു പുരുഷൻ താലി കെട്ടി, അവർ ഭാര്യ ഭർത്താവായി. അപ്പൊ ആ സ്ത്രീ പ്രസവിച്ചു വെക്കുന്ന എല്ലാ മക്കളുടെയും അച്ഛൻ ഈ പറഞ്ഞ ആ സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുല്ല ആളുകളും സ്വന്തം അച്ഛനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി DNA എടുക്കുമോ? DNA എടുത്ത് ആരെങ്കിലും തെളിച്ചിട്ടുണ്ടോ? നിങ്ങളാരും വെച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ അമ്മയാണ്, നമ്മുടെ അമ്മയാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ അച്ഛൻ ആരാണെന്ന്. ഇന്നലെ പറഞ്ഞല്ല, എൻ്റെ അമ്മ മരിക്കുന്നതിന് തലേന്ന് ദിവസമല്ല പറഞ്ഞ മോനെ ഞാൻ ഇത് ഒരു സത്യം പറയാറുണ്ട്. അല്ലല്ല, എൻ്റെ അമ്മ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കുഞ്ഞിനെ മുതൽ എന്നെ കൊണ്ടുവന്ന് അച്ഛൻ്റെ സിനിമ കാണിക്കുക, അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു തരികയും അച്ഛൻ്റെ അനുജൻ ഓട്ടിച്ച് കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഓടിച്ച് വന്ന് സംസാരിക്കുകയും അമ്മ വന്ന് സംസാരിക്കുക, അദ്ദേഹം എൻ്റെ തലയിൽ തടവുകയും ശരീരത്തോട് ചേർത്ത് വെക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. ആ വീട്ടിൽ എന്നെ അമ്മ സഹകരിപ്പിച്ചില്ല. അതിന് കാരണം അമ്മ ഒറ്റപ്പെട്ടാണ് ജീവിച്ചത്. അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു മകനായപ്പം അമ്മയുടെ ബന്ധുക്കളിൽ ഒരു മാമൻ അകറ്റി, പിന്നെ വേറൊരു മാമനുണ്ട് ചുണ്ടാളും എന്ന് പറയാം, ചുണ്ടാളും വെച്ച് ഞാൻ വിളിക്കുന്നത്. പുള്ളി മാത്രമേ ഉള്ളൂ. ആ പുള്ളിയും പിന്നെ അമ്മയുടെ 2 ചേട്ടത്തിമാരൊക്കെ ഉള്ള അമ്മയുടെ അടുത്ത് സ്നേഹം കാണിച്ചു. അപ്പം അമ്മ ഒറ്റപ്പെട്ടു പോയി. ആ കുടുംബത്തിൽ അമ്മ എന്നെ കൊണ്ട് ഇറങ്ങിയ ശേഷം ഇച്ചിരി ഒറ്റപ്പെട്ട് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു പേടിയായിരുന്നു, ഇവരാരെങ്കിലും എന്നെ കൊന്നു കളയുമോ, അല്ലെങ്കിൽ എന്നെ അച്ഛൻ പിടിച്ചു കൊണ്ടുപോയി മദ്രാസിലെങ്ങാനും കൊണ്ടുപോയി വേറെ പഠിപ്പിക്കുകയോ എടുക്കുകയോ. അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ചേർത്ത് പഠിപ്പിക്കണം, മോനെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹം. അമ്മ അങ്ങനെയൊക്കെ പേടിച്ച് എന്നെ അച്ഛൻ കുടുംബമായിട്ട് മിങ്കിൾ ചെയ്ത് വളർത്തിയില്ല. ആ ഒരു തെറ്റ് അമ്മ ചെയ്തത് തെറ്റാണ്. പക്ഷെ അവരെ വീടോട്ട് എന്നെ അടുപ്പിച്ച് വളർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്നെ കൊന്നുകളയാൻ സാധ്യത ഉണ്ടാവും. കരാസിസ് ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ. ഇന്നിപ്പോ ചേട്ടനൊരു കുടുംബമുണ്ട്, അപ്പോ ഇന്ന് ആ ഒരു ഭയം നിലനിൽക്കുന്നുണ്ടോ? എനിക്ക് പേടിയെന്ന് പറയുന്ന സാധനമില്ല. കാരണം ഞാൻ വളർന്നത് മുഴുവൻ തെരുവിലാണ്. ഞാൻ എല്ലാ സൈസ് പണികളും ചെയ്ത് തെരുവിൽ കടന്ന് തെരുവിലുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്ത് നമ്മൾ ജീവിച്ച വ്യക്തിയാണ്. ഞാൻ ചെയ്ത പണിയൊന്നും എല്ലാ പണിയും ചെയ്യും. അപ്പോൾ പൊതുവേ നമുക്ക് ഈ വിവരം എന്ന് പറഞ്ഞൊരു സാധനം ഒരിക്കലും വിദ്യാഭ്യാസം ചെയ്താൽ കിട്ടത്തില്ല. ഇങ്ങനെ അറ്റം ഹരിശ്രീ മുതൽ അങ്ങേ അറ്റം എത്ര വലിയ കോളേജിൽ എത്ര വലിയ ഡിഗ്രി എടുത്താലും ഒരു വ്യക്തിക്കും വിവരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. കുറേ അറിവുകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വിവരം എന്ന് പറയുന്ന സാധനം തെരുവിലാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞ് തെരുവിലിറങ്ങണം. തെരുവിലുണ്ട് എല്ലാം, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. വിവേകം എന്ന് പറയാം. ആ വിവേകത്തിന് പറയുന്ന പേരാണ് വിവരം. ഞാൻ തെരുവിൽ കടന്ന് വളർന്നതിനാണ്. എനിക്കറിയാം ഒരു സ്ഥലത്ത് എങ്ങനെ നിൽക്കണം, ഏത് രീതിയിൽ നിൽക്കണം. അങ്ങനെ ഒരു പേടിയൊന്നും എനിക്കില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ജയൻ ആക്റ്റീവായി നിന്ന ആ കാലഘട്ടത്തിൽ തന്നെ പല ഗോസിപ്പുകളും മറ്റു നടിമാരുമായിട്ടൊക്കെ ചേർത്ത് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ഒരൊറ്റ നടിയെ കുറിച്ച് മാത്രമേ ഗോസിപ്പുള്ളൂ. വേറൊരു നടിമാര് എൻ്റെ അച്ഛനെ കുറിച്ച് ഒരു അനാവശ്യമുണ്ടല്ല. അത് ആ നടി എന്ന് പറഞ്ഞത് MGR ലേഡി എന്ന് പറഞ്ഞൊരു ലേഡി, അവരെ ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ പ്രേം നസീർ സാറിൻ്റെ നായികയായിട്ടാണ് ആ ലേഡി അഭിനയിച്ചത്. അപ്പോൾ അവിടെ അന്നേരം ഇതൊരു ഗോസിപ്പ് ഇറങ്ങി. ജയനും MGR ലേഡിയും തമ്മിൽ പ്രണയത്തിലാണ്, അവർ വിവാഹം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞൊരു ഗോസിപ്പ് ഇറങ്ങി. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ മലയാള സിനിമയിൽ ഒരു നടിമാർ പോലും എൻ്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയാൻ ഒരു സാധ്യതയില്ല. അദ്ദേഹം ആ ലെവലുള്ള ആളല്ല, അത് വേറെ ലെവലാണ്. സ്ത്രീകളോട് ഭയങ്കര ആദരവും ബഹുമാനവും സ്നേഹവും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എല്ലാ ആളുകളും പുരുഷന്മാരോടായാലും ആദരവും സ്നേഹവും ബഹുമാനവും എല്ലാം കാണും. ആരെയും സ്നേഹിക്കും. ഇപ്പം മോനെ ഒരു പ്രാവശ്യം ഒന്ന് കണ്ട് മീറ്റ് ചെയ്താൽ പിന്നെ മോനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോണും മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ
അച്ഛനായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയായിരിക്കും? ഒന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വളർന്നിട്ടില്ല. അദ്ദേഹം ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എപ്പോഴൊക്കെ? അതായത് മീൻസ് ഓർമ്മ വെച്ച് കഴിഞ്ഞ ശേഷം അല്ല, വലിയ മീൻസ് മീൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു കൊല്ലം ജില്ലയിലായിരുന്നു. ആ സമയത്ത് ചേട്ടൻ എത്ര പ്രായം ഉണ്ടായിരുന്നു? 80-ല് ഒരു 9 വയസ്സിനകത്ത്. ഈ മീൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാനും അമ്മയും കൂടി അമ്മച്ചൂട് കച്ചേരി വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബേബി അച്ഛൻ്റെ രാജു ഹോട്ടൽ എന്ന് പറയുക, 2 ഹോട്ടലാണ്. അപ്പൊ ആ ബേബി അച്ഛൻ്റെ ഹോട്ടലിന് മുമ്പിൽ ഇരിക്കുക. അന്നേരം ഉണ്ട് ഇദ്ദേഹം അതിന് തൊട്ടടുത്തൊരു ഹോട്ടലിലാണ് ഇദ്ദേഹം റൂം എടുത്തിരുന്നത്. അപ്പൊ ആ ജംഗ്ഷനിൽ തന്നെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, ടൂറിസ്റ്റ് ടാക്സി. അവിടുത്തെ ഒരു വണ്ടിയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഷൂട്ടിങ്ങിന് കൊണ്ടുവരാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഞാനും അമ്മയും അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ട് ഇദ്ദേഹത്തിന് ആളുണ്ടെന്ന് അറിഞ്ഞ് ചെന്നോ? അമ്മ ഹോട്ടലിൽ പോയില്ല, ഞങ്ങൾ ആ ജംഗ്ഷനിൽ നിൽക്കുക. നിന്നപ്പോൾ ഉണ്ട് ഇദ്ദേഹം കൊണ്ട് ആ കാറ് ഞങ്ങളുടെ മുമ്പിലൂടെ വന്നു. അപ്പൊ അമ്മ ഒരു ചുമന്ന ബനിയനാണ് ഇട്ടിരിക്കുന്നത്. റോഡ് കാറിന്റെ നടുക്കായിട്ട് അംബാസഡറാ നടുക്ക് ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അമ്മ ഞാൻ അവിടെ പടിയിലിരുന്ന് കളിക്കുക, എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുക. അവിടെ സ്റ്റെപ്പ് ഉണ്ട് ഹോട്ടലിന് മുമ്പിൽ. അപ്പൊ അമ്മ പറഞ്ഞു, ദാ മോനെ തോണ്ടാ നിന്റെ അച്ഛൻ വാടാ നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അന്നേരമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമയെ കണ്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് പച്ചയായിട്ട് അദ്ദേഹത്തെ കാണുന്നത് അന്നേരം. ഞാൻ ചാടി എണിച്ച് അമ്മയുടെ നിന്ന് നോക്കിക്കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആ ലുക്കിന് ഇങ്ങനെ നോക്കി ഇങ്ങനെ വരുന്നത്. നല്ല സുന്ദരനായ ഒരു അടിപൊളി ഒരാള്. ആ നമുക്ക് ഇപ്പോഴും കണ്ടിട്ട് മനസ്സിലായി. ആള് കണ്ടോ? അദ്ദേഹം കണ്ടില്ല. അദ്ദേഹം ഇങ്ങനെ നടുക്ക് അവിടെ ജസ്റ്റ് ജംഗ്ഷനാ. അപ്പൊ ഒരു ട്രാഫിക് പോലെ അപ്പൊ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് വണ്ടിയോട് സ്ലോ ആയി, അല്ലെങ്കിൽ സ്പീഡ് വിട്ട് പോകുന്നൊരു ജംഗ്ഷനാണ്. അവിടെ 4 സൈഡിൽ നിന്ന് വണ്ടി വരുന്നത്. അപ്പൊ ജസ്റ്റ് ഇതിപ്പോ അപ്പൊ അദ്ദേഹം ഇങ്ങനെ നേരെ നോക്കി ഇരിക്കുന്നു. ഞങ്ങളെ കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ലാതെ എന്നെ കണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയെ കൊണ്ട് ഷൂട്ടിംഗ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ട് പോയിട്ട് കണ്ടിട്ടോ ഇങ്ങനെ പണ്ടെങ്കിലും പറഞ്ഞു. കുഞ്ഞായിരുന്ന സമയത്തോ? അങ്ങനെ കണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. മുക്കുവനെ സ്നേഹിച്ച ബോധമാണ് ഏതോ ഒരു സിനിമയുടെ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയായിരുന്നു. എന്തായിരുന്നു അമ്മ എന്തൊക്കെയായിരുന്നു അന്ന് അച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ? അമ്മ പറയുന്നത് ഇതുപോലൊരു വ്യക്തിയെ അമ്മ കണ്ടിട്ടില്ല. സ്വഭാവം വളരെ ക്ലിയർ സ്വഭാവം. ദുശീലങ്ങളൊന്നുമില്ല, വെള്ളവടിയില്ല, പുകവലിയില്ല. പിന്നെ പൈസ ആരൊക്കെ കൊടുക്കുന്നോ അത് എണ്ണത്തില്ല, വാരിക്കൊടുക്കും. പോക്കറ്റ് കൈയിട്ട് കിട്ടുന്ന പൈസ അത് ചുരുട്ടി അങ്ങ് വെച്ച് കൊടുക്കും. അത് ഇത്ര രൂപ അതിൽ എടുത്ത് ഇങ്ങനെ എണ്ണ ഒരു 500 അങ്ങനെയില്ല. അങ്ങനെയൊക്കെ. പിന്നെ അമ്മ ആ വീട്ടിൽ 16 വർഷം ബന്ധമുണ്ട് അമ്മയ്ക്ക്, ഞങ്ങളുടെ അമ്മയ്ക്ക്. 8 വർഷം വന്നും പോയി നിന്ന് 8 വർഷം ആ വീട്ടിൽ ഭാരതി അമ്മ പിടിച്ചു നിർത്തി സ്വന്തം മോളെ പോലെ. മോളിന് ഇവിടെ നിന്നാൽ മതി, ഞങ്ങളുടെ അമ്മയാണ് ആ കുടുംബത്തെ രക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ 8 വർഷം ആ വീട്ടിൽ പിടിച്ചു നിന്ന് അപ്പോഴും അച്ഛനൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യും. നേവിയിലെ ജോലി പോയി. അന്നേരം ഒന്നും മോശമായിട്ട് സംസാരമോ പെരുമാറ്റമോ സ്ത്രീകളോടും ആരോടും വളരെ നീറ്റാണ്. പിന്നെ അങ്ങനെയാണ് അച്ഛൻ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ആ കുടുംബത്തെ സംരക്ഷിച്ച സ്ത്രീ എന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അമ്മയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ മോഹം തോന്നി. അങ്ങനെ സ്വന്തം അമ്മയായ ഭാരതി അമ്മയോട് ചോദിച്ചു അനുവാദമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനുശേഷമാണ് ഞാൻ ജനിക്കുന്നത്. 2 വയസ്സ് വരെ ആ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ വളർന്നത്. അമ്മ പ്രസവിച്ചത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. ജയന്റെ വീട് എന്നറിയപ്പെടുന്ന അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അടുത്താ. എന്നിട്ടോ അവിടെ നിന്ന് പ്രസവം കഴിഞ്ഞ് ഭാരതി അമ്മ അവിടെ ഹോസ്പിറ്റലിനകത്ത് സർട്ടിഫിക്കറ്റിനകത്ത് തെറ്റി രാമകൃഷ്ണാചാരി എഴുതിയിരിക്കുന്നത്. അത് ഇവരെ പ്രസവിക്കാനായിട്ട് ലേഡീസ് അങ്ങ് പോയല്ലോ. അപ്പൊ അമ്മ പറഞ്ഞാണ്. അപ്പൊ ഈ കമലാക്ഷി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന്. ഭാരതി അമ്മയ്ക്ക് പോകാൻ പറ്റില്ല, കാലിൽ വലിയൊരു നീരൊലിക്കുന്നൊരു അമ്മയ്ക്ക് പോകാൻ പറ്റില്ല, അമ്മൂമ്മയ്ക്ക്. അപ്പൊ ഈ കമലാക്ഷി എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു അമ്മയുടെ കൂടെ. അവർ രണ്ടും കൂടെ നേരെ അമ്മ അങ്ങ് ലേബർ റൂമിലിട്ട് പോയി. അപ്പൊ ഈ പേഷ്യൻസിന്റെ ആ കൂടെ വന്ന ആരെന്ന് വെച്ചപ്പോൾ കമലാക്ഷി ചെന്നു പറഞ്ഞ പേര് തങ്കമ്മയെന്ന് പറഞ്ഞ അഡ്രസ്സ് വെച്ചപ്പോൾ അവർക്കല്ലേ. അപ്പൊ അമ്മയ്ക്ക് ഒരു കവർ ഉണ്ടായിരുന്നു. ആ കവറിനകത്ത് ESA കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ ആ ESA കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു. ESA കാർഡിന്റെ ഹസ്ബൻഡിന്റെ പേര് എടുക്കുന്നത് രാമകൃഷ്ണൻ ആചാരി എന്നാണ്. അങ്ങനെ ആ രാമകൃഷ്ണൻ ആചാരി എന്നാണ് അവിടെ എഴുതി. ഞാനത് പോയി നോക്കി. അമ്മയെ ആദ്യം കല്യാണം കഴിച്ച താലി കെട്ടിയ ഭർത്താവ്. അയാളോട്ടുള്ള വിവാഹ ബന്ധമൊക്കെ അമ്മയൊക്കെ കളഞ്ഞു കൊണ്ടേ. അയാൾക്ക് വേറൊരു സ്ത്രീയിൽ ഒരു പ്രണയവും കാര്യങ്ങളും കൊണ്ടായിരുന്നു. അപ്പൊ അത് അമ്മ അറിഞ്ഞ ശേഷം അമ്മ അയാളെ ഉപേക്ഷിച്ചു. എന്നിട്ട് അമ്മ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. അതിൽ 2 മക്കൾ ജനിച്ചു. അതിൽ ഒരാള് മരിച്ചു, ഒരു പെൺകൊച്ചു ഉഷേനവത്. പിന്നുള്ളൊരു മോഹൻ അജയ് എന്ന് പറയുന്നത്. അമ്മ വിശ്വകർമ്മ സമൂഹത്തിൽപ്പെട്ട സ്ത്രീയാണ്. ഈ അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ കാലഘട്ടത്തിനിടയിൽ ഏതെങ്കിലും ഒരു സ്നേഹപ്രകടനമോ അല്ലെങ്കിൽ ഒരു കോളോ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച എപ്പോഴെങ്കിലും ഈ കാലഘട്ടത്തിലില്ല. ഈ ഉമാനായർ എന്ന് പറഞ്ഞ പെൺകുട്ടി വന്ന് ജയൻ എന്ന് പറയുന്നത് വകയിൽ എൻ്റെ ഒരു വല്യച്ഛനാണെന്ന് പറഞ്ഞ് അതിന് ശേഷമാണ് ഞങ്ങളുടെ ഈ യുദ്ധം ആരംഭിക്കുന്നത്. കാര്യം ജയന് ഈ ഉമാനായർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ ഒരു അകന്ന ഒരു ബന്ധുവാണ്. പുള്ളിക്കാരി ഒരു സീരിയൽ നടിയാണ്, സിനിമയിലേക്ക് വേഷം ചെയ്യുന്നത്. ഇപ്പോഴും അവര് സീരിയലിലേക്ക് വേഷം ചെയ്യുന്നത്.
അപ്പോൾ ഈ പുള്ളിക്കാരുടെ കൂടെ സീരിയൽ ആർട്ടിസ്റ്റായിട്ടൊരു വേറൊരു പെൺകൊച്ചും കൂടി ചേർന്ന് വ്യക്തിയുടെ പേര് എനിക്കറിയില്ല, ഈ റിമി ടോമി നടത്തിയിരുന്ന 113 എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നു ഗസ്റ്റായിട്ട്. അപ്പോൾ അതിൽ അവരെ ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഉമാനായരുടെ കൂടെ വന്ന പെൺകൊച്ച് പറഞ്ഞു, ഞങ്ങൾക്കൊരു സത്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, റിമി ടോമി എന്താണ് അത്, ഈ മരിച്ചുപോയ സിനിമാ നടൻ ജയൻ എന്ന് പറയുന്നത് ഉമാനായരുടെ വകയിലെ ഒരു വല്യച്ഛനാണെന്ന് പറഞ്ഞു. ഈ ബന്ധം ഈ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തിക്കും നമ്മുടെ അച്ഛൻ്റെ അനിയൻ സോമൻ നായരുടെ മക്കളായ ആദിത്യനും ലക്ഷ്മി ശ്രീദേവി നായർക്കും അറിയില്ലായിരുന്നു. അവർ കുട്ടികളാണ്, കുട്ടികൾ കല്യാണം കഴിച്ച കുട്ടികളാണ്. അപ്പൊ അറിയാത്തത് കൊണ്ട് അവര് അതിനെ അങ്ങ് എതിർത്ത്, ഞങ്ങളുടെ വല്യച്ഛന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതാര് ഇവിടുത്തെ ബന്ധം, ഈ പെണ്ണുമ്പിള്ള ഈ സ്ത്രീ എപ്പോൾ നോക്കിയാലും സീരിയൽ രംഗത്ത് അഭിനയിക്കുമ്പോഴേക്കും വന്ന എൻ്റെ അടുത്ത് പറയും ബന്ധുക്കളെ പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് ചൂടായി. ആ പെണ്ണ് കയറി എതിർത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായപ്പോൾ ആദിത്യൻ ആ കൊച്ചിന്റെ ചീത്തയൊക്കെ പറഞ്ഞു. ലക്ഷ്മി ശ്രീദേവി എന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല, ആദ്യം കുറെ ചീത്തയൊക്കെ പറഞ്ഞു, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പെൺകൊച്ച് ആ ഉമാനായർ അത് തെളിയിക്കാൻ വേണ്ടി അവരുടെ അമ്മുമ്മയുടെയും ഞങ്ങളുടെ അമ്മുമ്മയൊക്കെ ഇരിക്കുന്ന എന്തൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്ത്, അങ്ങനെ പിന്നീട് അവരുടെ ബന്ധുക്കളൊക്കെ ചേർന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ബന്ധുവാണ്, നമ്മുടെ ബന്ധുവാണ്, ഞങ്ങൾക്ക് അറിയാമെന്നതിന് ശേഷം ഇങ്ങനെ ഇത് ബന്ധു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അടുത്ത ഒരു വീഡിയോ വരുന്നു. ഒരു വീട്ടിൽ ഡൈനിങ് ടേബിളിന്റെ പുറത്തിരുന്നുണ്ട്, മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ആദ്യത്തിന് അയാളുടെ പുറകെ കൊണ്ട്. ജയൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയൊരു ബന്ധുവാണ്, ഇവിടുത്തെ വലിയൊരു സംഭവമാണ്, ഒരു ഗുണ്ട പറയുന്നില്ല. ജയന് ഭാര്യയെ ഉണ്ട്, മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരുന്നു. ജയന് ബന്ധുക്കളില്ലെന്ന് പറയുന്നത്, അങ്ങനെ ആവശ്യമില്ലാതെന്ന് പറയരുത്, ഞങ്ങൾ ബന്ധു പോലെ ഒന്നും അറിയത്തില്ല, എന്തോ ഇലക്ഷൻ എന്നാ ജയിച്ചു അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ജയന് ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ടെന്ന് പറഞ്ഞ് പലരും പണ്ടുപോലെ വരുന്നുണ്ട്. ഇതുവരെ വന്നേക്കെ ഞങ്ങളങ്ങ് ക്ഷമിക്കുവാണ്, ഇനി ആരും അങ്ങനെ പറഞ്ഞുകൊണ്ട് വരാൻ പാടില്ല, വന്നാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞു. ഇപ്പം ലക്ഷ്മി ശ്രീദേവി നാൾ മുമ്പ് അതെനിക്ക് തോന്നുന്നു 2016-17 കണ്ട ഞാൻ KPCയുടെ നാടകം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ നോക്കട്ടെ, ഞാനൊരുത്തൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത്, ഇവരുടെ മുന്നിലും പിന്നിലും ഇവരൊക്കെ ഈ ഭൂമിയിൽ എൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞാൽ ജീവിക്കുന്നത്. ഈ അനുജന്റെ മക്കളെന്ന് പറയുന്ന കണ്ണൻ നായർ, ആദിത്യൻ, ലക്ഷ്മി, ഇവര് മൂന്നുപേരും ജീവിക്കുന്നത് മൊത്തം എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ. ഇവരെങ്ങും പോയിട്ട് ഇവർ അച്ഛൻ്റെ പേര് എങ്ങും ഉപയോഗിക്കാറില്ല. ഞങ്ങൾ സോമൻ നായരുടെ മക്കളാണെന്ന് പറയാറില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ സിനിമാ നടൻ ജയന്റെ അനുജന്റെ മക്കളെന്നാണ് പറയുന്നത്. അനുജന്റെ പേര് ഇവർ പറയൂല, ഇവർക്ക് ജയനമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വെല്ലുവിളി പിന്നെ ഞാൻ എടുത്തുക്കണ്ടേ, ഞാൻ മകനല്ലേ, ഇവർക്ക് അറിയാലോ. ഞാൻ അന്നേരം തന്നെ മൊബൈലിൽ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു, ഞാനാണ് മരിച്ചുപോയ സിനിമാ നടൻ ജയന്റെ മകൻ, എൻ്റെ പേര് മുരളി ജയൻ. മുരളി എന്നായിരുന്നു. ഞാൻ KPSCയിൽ നാടകം കളിച്ചപ്പോൾ 2015 നാടകം കളിച്ചപ്പോൾ KPSC എനിക്ക് ചാർത്തി തന്ന പേരാണ്, എൻ്റെ അച്ഛൻ്റെ പേരും കൂടി ചേർത്ത് മുരളി ജയൻ എന്ന് പറഞ്ഞു. അപ്പം ഇവരാർക്കും മിണ്ടാട്ടില്ല, സൈലൻ്റായി, എല്ലാവരും പാട്ട് നോക്കി. അപ്പം ജനം നോക്കിയേ, ഒരു പെങ്കൊച്ച് വന്നിട്ട് വകയിൽ ഒരു വല്യച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചീത്തുവിളിയും മേളുമായിരുന്നു, ഭയങ്കര ചീത്തുവിളിയായിരുന്നു കുട്ടികളും. അടുത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ജയന്റെ മകനാണ്. അപ്പം ഇവർ മിണ്ടുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് അങ്ങോട്ട് മറുപടി ഇങ്ങോട്ട് എഴുതിയപ്പോഴത്തേക്ക് ആദ്യത്തെ പറഞ്ഞാണ് ഞങ്ങൾക്ക് സമയമില്ലെന്ന് അതിനെപ്പറ്റി മിണ്ടാൻ. അന്ന് ആദ്യത്തെ പറഞ്ഞിട്ടായില്ല ഞങ്ങൾക്ക് സമയമില്ലെന്ന്. അങ്ങനെ മുങ്ങി അന്ന് തുടങ്ങിയ പ്രശ്നമാണ് അത്. ഞാനിങ്ങനെ വാർത്ത ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ഒരു ജയൻ കലാ സാംസ്കാരിക വേദിയുണ്ട്. ഇപ്പോൾ അയാൾ രക്ഷാധികാരി സ്ഥാനം മാറിയെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഈ ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ അയാൾ സംരക്ഷിക്കുന്ന ജയൻ കലാ സാംസ്കാരിക വേദിയിൽ 2-3 ആളുകളെ ഇറങ്ങി വെച്ച് ഒരു ക്യാമറ കിടന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ നമ്മുടെ അച്ഛനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, സമുദായം പോലും അല്ലാത്ത കുറേ ആളുകളെ കൊണ്ടുവന്ന് എടുത്തിട്ട് അവർക്ക് മദ്യമൊക്കെ മേടിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ജയന് മകനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു. ഞാൻ ഉടൻ തന്നെ അവരെ പോയി കാണും. അവരെ കൊണ്ടുപോയിട്ടുള്ള സത്യം പറയുന്നത് പറഞ്ഞ് ഞാൻ വെള്ളം വെക്കുമ്പോൾ അവരുള്ള സത്യം പറയും, ഞങ്ങൾക്ക് വെള്ളം മേടിച്ചാൽ ഞങ്ങളെ കൊണ്ട് ആക്ടിങ് ഏജന്റും PT വർഗീസ് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ യുദ്ധം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവരൊരു പറ്റൻ ടീമുണ്ട്, ജയകലാ സാംസ്കാരിക വേദിയുണ്ട്. അച്ഛൻ വീട്ടുകാർ ഒന്നും വേണ്ടതില്ല, ഒരക്ഷരം വേണ്ടതില്ല. ഇപ്പൊ അവരിപ്പോ എതിർക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? ചേട്ടൻ എന്താ തോന്നുന്നത്? അവർ ഒരു കാലത്തും എതിർക്കുന്നില്ലല്ലോ, അവർ അംഗീകരിക്കുന്നില്ലല്ലോ. അവരംഗീകരിക്കുന്നുമില്ല, അങ്ങനെ ഒന്നും പറയുന്നില്ല, അംഗീകരിക്കുന്നില്ല, മറയുന്നുമില്ല, മിണ്ടുന്നില്ല. അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല, അവരൊന്നും മിണ്ടുന്നില്ല. ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുക. പക്ഷെ എല്ലാ വർഷവും നവംബർ 16 ആകുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കും. ഇനി അതിപ്പോ ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. 2001 പറഞ്ഞു, 2001 പറഞ്ഞു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ 2016 കണ്ട യുദ്ധം തുടങ്ങുന്നു. ഈ സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ട് പ്രശ്നം. അന്ന് പോലെ എല്ലാ വർഷവും പറഞ്ഞാൽ ഞങ്ങൾ നിയമ നടപടി എടുക്കും. നിയമ നടപടിക്കല്ല പോണ്ടേ,
ഈ പറയുന്ന ലക്ഷ്മി ശ്രീദേവി നായർ പറഞ്ഞാൽ പെൺകൊച്ചും ആദിത്യനും ഉള്ളു ഇപ്പം കണ്ണന്തേരും വെച്ചുപോയി. ഇവരുടെ അച്ഛനെ വേണ്ട, ഇവരുടെ അച്ഛന്റെ പേര് പറയാൻ താല്പര്യമില്ല. ആ പേര് ഞാൻ എടുത്തോളാം, ജയന്റെ മകനായി ഞാൻ എടുത്തു. അവരുടെ അച്ഛൻ സോമൻ നായരുടെ പേര്, എന്റെ അച്ഛന്റെ പേര് അവർക്ക് വേണം. ആദിത്യൻ എന്ന് പറഞ്ഞാൽ ആദിത്യൻ എസ്, ആദിത്യൻ സോമൻ നായർ. പിന്നെ അല്ല, ജയൻ, ആദിത്യന്റെ യഥാർത്ഥ പേര് ജയൻ നട്ടിക്കുന്നത്. ഈ മരിച്ചതിന് ശേഷം അവൻ ജനിച്ചപ്പം ഇട്ട പേര് വേണുഗോപാൽ എന്നാണ്. അപ്പൊ നമ്മുടെ അച്ഛൻ ഇവൻ ജനിച്ചു 40 അന്ന് 40 ദിവസം പൂർത്തിയായപ്പോൾ എന്റെ അച്ഛൻ മരിച്ചു പോയി. ഇവന്റെ തല കണ്ടേ ഉള്ളൂ, എന്റെ അച്ഛൻ ചത്തുപോയി, മരിച്ചുപോയി. അപ്പൊ അന്ന് ഇവനിട്ട പേര് വേണുഗോപാൽ എന്ന് മാറ്റിയിട്ട് ഇവനെ ജയൻ എന്ന് പേരിട്ട്. അപ്പൊ അച്ഛന്റെ വല്യച്ഛന്റെ പേര് ഓർമ്മയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തു. അപ്പൊ ഇവന്റെ പേര് യഥാർത്ഥത്തിൽ ജയൻ എന്നാണ്, ജയൻ എസ് സോമൻ എന്നാണ്. അപ്പൊ ജയൻ എസ്, പിന്നെ ആദിത്യൻ, അയാൾ സീരിയലിലെ നടന്റെ വേഷം ഇട്ടിരിക്കുന്നത് ആദിത്യൻ കഴിഞ്ഞ് വീണ്ടും അയാൾ ഇട്ടിരിക്കുന്നത് ജയനാണ്. ഈ ജയൻ എന്ന് പറഞ്ഞാൽ എന്റെ പിതാവാണ്, എന്റെ അച്ഛനാണ്, അതിൽ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ, വേറെ മക്കളില്ല. അപ്പൊ അതല്ല, അവർക്ക് ജയനെ വേണം. ഞാൻ സോമൻ നായരുടെ പേര് ഞാൻ എടുത്തോളാം, സോമൻ നായർ അവർക്ക് വേണ്ട. ഞാൻ ചോദിച്ചതിന്റെ കറക്റ്റ് യഥാർത്ഥത്തിൽ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ അംഗീകരിക്കാത്തതിന്റെ ഒരു കാരണം എന്തായിട്ടായിരിക്കും? അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് തരേണ്ടി വരും. അത് തന്നെ, പിന്നെ സ്വത്ത് തരേണ്ടി വരും. ചേട്ടൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടോ? സ്വത്താ അങ്ങനെ ഈ കൈ നിറയെ തൊഴിലാ, ജീവിക്കാൻ അറിയാവുന്ന കൈത്തൊഴിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ. എന്തൊക്കെ ജോലികൾ ചേട്ടൻ? കൽപ്പണി പണിയായിരുന്നു മെയിൻ. പിന്നെ മറ്റേ കൂലിപ്പണി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കൈവണ്ടി പണി അത് ഇതെല്ലാം ചപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്, പ്ലംബിങ്, ഡ്രൈവിങ്, പിന്നെ വെൽഡിങ്ങിന്റെ പണിക്ക് പോയിട്ട് എനിക്ക് പറ്റിയില്ല. അങ്ങനെ എല്ലാ പണികളും എനിക്കറിയാം. കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ട് എല്ലാ പണിയും എനിക്കറിയാം. പിന്നെ ആക്ടറോടാണ്. പിന്നെ ഇപ്പം KPSC മറ്റേ പൂവറ്റൂർ, കൊട്ടാരക്കര പൂവറ്റൂർ ഒരു മണികണ്ഠൻ ചേട്ടനുണ്ട്. പുള്ളി ഈ KPSC ആയിട്ട് ഇച്ചിരി ബന്ധമുണ്ട്. KPSCയിലെ ആൾക്കാരായിട്ട് ഒരു ചെറിയ ഇത് കൊണ്ടുകൊണ്ട് തോപ്പിൽ ബസി സാറിന്റെ അതിലത്ത് തന്നെ ഈ മണികണ്ഠൻ ചേട്ടൻ്റെ ഒരു അച്ഛൻ്റെ ഫാമിലിയൊക്കെ. അപ്പൊ ഈ തോപ്പിൽ ബസി സാറിന്റെ വീട്ടിലെ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ഈ മണികണ്ഠൻ ചേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ. അങ്ങനെ ആ ഒരു ബന്ധമുണ്ട്. തോപ്പിൽ ബസി സാറിന്റെ അനിയനുണ്ട് കൃഷ്ണപിള്ള സാറ്, അദ്ദേഹം സിനിമ നാടകമാണ്. അദ്ദേഹത്തിന്റെ ഒരു മോഹനുണ്ട് പ്രദീപ്. ആ പ്രദീപിനെ പോയി കണ്ടിട്ട് എന്നോട് പറഞ്ഞു മുരളി അഭിനയ രംഗത്തേക്ക് വരണം, അഭിനയം പഠിക്കാം. അപ്പൊ KPSC കൊണ്ടാക്കാന്ന് പറഞ്ഞ് 2015 KPSCയിൽ എന്നെ കൊണ്ടാക്കുന്നത് കൊട്ടാരക്കരയുള്ള പൂവറ്റൂരുള്ള മണികണ്ഠൻ ചേട്ടനാണ്. അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാനായിട്ട് പോകുന്നത്. അതിനുമ്പ് ഞാൻ നാടകത്തിലൊക്കെ കയറി അഭിനയമൊക്കെ പഠിക്കാൻ വേണ്ടി നാടകത്തിന് പല സ്ഥലത്തും പോയിട്ട് ആരും എടുത്തില്ല. അന്ന് നമ്മൾ മെലിഞ്ഞിരിക്കുന്നുണ്ട്, അന്ന് എടുത്തില്ല. അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ അഭിനയത്തിന്റെ ഒരു സംഭവങ്ങൾ. വലിയ നടനൊന്നുമല്ല ഞാൻ, പക്ഷെ നമുക്ക് വേഷം ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് ഇപ്പൊ എതിർപ്പുകളും അംഗീകരിക്കാത്തതും ഒക്കെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, അത് നമുക്കത് മാറ്റി നിർത്താം. അതല്ലാതെ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് സ്വയം ഇത് തെളിയിക്കണം എന്ന്? എനിക്ക് നിയമപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ രീതിയിലാണെങ്കിലും തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിന് പരിശ്രമിച്ചിട്ടുണ്ടോ? പിന്നെ ജയന്റെ മകനാണെന്ന് DNA എടുത്ത് തെളിയിക്കണമെന്ന് സമൂഹത്തിൽ പല ആൾക്കാരും 2016, 17, 18 പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ടിൽ ട്രിവാണ്ടത്ത് പോയി ഒരു ഡോക്ടറെ പോയി കണ്ട്. ഡോക്ടറെ കൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഷമിക്കണ്ട, DNA കിറ്റ് ഞാൻ തരാം. അവരുടെ ഉമിനീര്, വേറൊന്നും വേണ്ട, ചോര വേണ്ട, മുടി വേണ്ട, തൊലി വേണ്ട, മാംസം വേണ്ട, അവരുടെ വായ്ക്കകത്ത് ഈ എൻ്റെ അച്ഛന്റെ അനിയന്റെ മക്കളെ, അച്ഛൻ വേണമെന്നില്ല, അച്ഛനോ അച്ഛന്റെ അനിയനോ ഒന്നും വേണ്ട, അവരുടെ പിൻതലമുറമായിരിക്കും. അപ്പൊ അവരുടെ വായ്ക്കകത്ത കവളിൽ നിന്നും ഉമിനീരെടുക്കണം, അവരുടെ തമ്പ് എടുക്കണം. അതിന് 2 പ്രത്യേക കവറുണ്ട്. എന്റെയും അതുപോലെ എടുത്ത്, അതായത് ആളുകളുടെ ഓരോ കവറിലിടുക. എന്നിട്ട് ഇത് ഫാന്റെ കീഴിൽ ചുണക്കുക. അവള് വെലുത് ചുണക്കരുത്, ഉമിനീര് ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഫാന്റെ തണലിൽ വെച്ച് ഉണക്കിയിട്ട് ഈ കവർ, അയാൾ മദ്യപിച്ചാൽ കുഴപ്പമില്ല, അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, ഒന്നുമില്ല. ഇത് എടുത്തിട്ട് 13,000 രൂപ 2016, 17 13,000 രൂപയായിട്ട് ട്രിവാണ്ടത്ത് അവിടെ കൊണ്ടു കൊടുത്താൽ ഒരാഴ്ചയൊക്കെ വെച്ച് ഇതിന്റെ റിസൾട്ട് വരും. ഈ സ്വാബ് എന്ന് പറഞ്ഞാണ് ടെസ്റ്റിന്റെ പേര്. ഇത് അമേരിക്കയിലെ ലേറ്റസ്റ്റ് ടെസ്റ്റ് ആണ്. ഈ ഒരു ടെസ്റ്റിന്റെ അമേരിക്കയിലെ സ്ഥിതി അനുസരിച്ച് ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതില് ആ വ്യക്തി, ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛനൊക്കെ അമേരിക്കയിലെന്ന് വെച്ചു, ഞാൻ ഇപ്പൊ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെച്ചു, അച്ഛൻ എന്നെ എഴുതി തള്ളുവാണ്, ഇത് എൻ്റെ മകനല്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയാൽ ഞങ്ങൾ പോയി ആ ടെസ്റ്റ് നടത്തിയാൽ, കോടതി മുഖാന്തരം പോയി ടെസ്റ്റ് നടത്തിയാൽ ഞാൻ ജയന്റെ മകനാണെന്ന് തെളിഞ്ഞാൽ അതുവരെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി തരേണ്ടി വരും. അമേരിക്കൻ രീതി. അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിൽ വിടും എന്നാണ് അവിടെ നിന്ന് ഒരു ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞത്. എൻ്റെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാണ്. അതുകൊണ്ട് മുരളി, ഈ സ്വാബ് ടെസ്റ്റ് എന്നുള്ള ഏർപ്പാടിന് വേണ്ടി ഈ സാധനമൊക്കെ മേടിച്ച് വെച്ചു. അവരെപ്പോഴാണോ റെഡി ആവുന്നത് ആ സ്പോട്ടിൽ മുരളിക്ക് DNA എടുക്കാൻ പറ്റുന്നത്. ഞാൻ അത്ര അന്ന് മൂലേ പറയുന്നല്ലേ, DNA എടുക്കാൻ ഞാൻ തയ്യാറാ.